നാട്ടുകാർ മുഴുവൻ ഈ ഓണം, ക്രിസ്മസ്, വിഷു, റംസാനൊക്കെ ആഘോഷിക്കുമ്പോൾ പോലീസുകാർ എക്സ്ട്രാ അലേർട്ടിലും എക്സ്ട്രാ പെട്രോളിംഗ് ഡ്യൂട്ടിയിലാണ്. കാരണം ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവർക്ക് ഇതൊന്നും ആഘോഷിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ആ ഒരു ലീവിൻ്റെ ഒരു പോളിസി ഞാൻ ജോയിൻ ചെയ്തപ്പോൾ കൊണ്ടുവന്നത്. അത് വളരെ പോസിറ്റീവ് റെസ്പോൺസാണ് എല്ലാവരുടെയും കിട്ടിയത്. മിനിമം ഒരു 5 days ലീവ് കമ്പൽസറി ആയിട്ട്. ഈ 15 days ആണ് കാഷ്വൽ ലീവ് ഉള്ളത്, 15 or 20 days. അപ്പോൾ അത് തന്നെ മുഴുവൻ ആർക്കും എടുത്ത് തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ 5 days, അതായത് ബർത്ത്ഡേയ്സ്, സ്പൗസിൻ്റെയും കുട്ടികളുടെയും ബർത്ത്ഡേയ്സ്, 2 കുട്ടികളാണെങ്കിൽ 4 ബർത്ത്ഡേയ്സും ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി, അപ്പം ടോട്ടൽ 5 days അറ്റ്ലീസ്റ്റ് കമ്പൽസറി ആയിട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ബേസിക്കലി അതിൻ്റെ ഒരു ഫാമിലി ഒരു വെൽഫെയർ ഇനിഷ്യേറ്റീവായിട്ടാണ് അങ്ങനെ ഒരു സജഷൻ വെച്ചത്. പേഴ്സണലിന്റെ നമ്പർ കുറവായതുകൊണ്ടാണോ മാൻ പവർ? എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം സിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇവിടെ ഒരു മാൻ പവർ റിവിഷൻ ഇല്ലെങ്കിൽ റിവ്യൂ നടന്നിട്ട് എത്ര വർഷമായെന്ന് എനിക്ക് തോന്നുന്നു, അറ്റ്ലീസ്റ്റ് ഒരു 10-15 വർഷം മുമ്പ് ആയിരിക്കണം നടന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടെ റിവ്യൂ ചെയ്തിട്ട് ഈ പോസ്റ്റുകളുടെ എണ്ണവും നമ്മൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വർക്ക് ലോഡ് കുറയും. പിന്നെ ഈ 8 hour ഷിഫ്റ്റ് എന്ന് പറയുന്നത് മാൻ പവർ ഇല്ലാത്തത് കൊണ്ടാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. 8 hour ഷിഫ്റ്റിന് വേണ്ടി അതിൻ്റെ ഓൾമോസ്റ്റ് 3 times മാൻ പവർ അല്ലേ വേണ്ടത്. അപ്പം നാച്ചുറലി 8 hour ഷിഫ്റ്റിന് പകരം ഇപ്പം 12 hour 24 hour ഷിഫ്റ്റൊക്കെയാണ് പലരും എടുക്കുന്നത്. സാർ, അതിന് എന്തോ നമ്മുടെ ഗവൺമെൻറ് തന്നെ ഒരു കമ്മിറ്റി വെച്ചില്ലായിരുന്നു ഇങ്ങനെ അതിൻ്റെ സ്റ്റഡി, എന്നിട്ട് റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിട്ടും അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്? അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ബട്ട് സാർ, ഈ 8 hour സ്ട്രിക്റ്റായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യണം ഡ്യൂട്ടി? അല്ല, അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ ഒരു 80 പേരോ ഇല്ലെങ്കിൽ 90 പേരോ ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ ഈ 90 പേര് 8 hour ഷിഫ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ 3 times സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ 8 hour ഷിഫ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം കാരണം ഇപ്പോൾ ഒരു 12 hour ഷിഫ്റ്റ് ആയിരിക്കണം. അപ്പോൾ 45 ആൾക്കാർ 45 പേര് ഡ്യൂട്ടിയിലുള്ളപ്പോൾ 45 പേര് ടേൺ ബൈ ടേൺ 24 hours ആണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ അത് ഓൾമോസ്റ്റ് 3 times മാൻ പവറാണ് വേണ്ടത് 8 hour ഷിഫ്റ്റ് കമ്പൽസറി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ. അതൊരു കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ടില്ല. ബട്ട് അത് കുറച്ച് സ്റ്റഡി ചെയ്യേണ്ട കാര്യമാണ്. അഡ്രസ് ചെയ്യുന്നതിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ കമ്മിറ്റി ഫോർമേഷനോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ലീവ് കൊടുക്കുന്നതിലുപരി they are going through a lot of stress. So അത് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇതുവരെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് അതൊരു നല്ല സജഷനാണ്. ഇപ്പോൾ ലൈക്ക് ഒരു കൗൺസിലിംഗ് അതൊരു നല്ല ഒരു അത് നമ്മളിവിടെയും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അത് കൗൺസിലേഴ്സ് ഉണ്ടെങ്കിൽ വോളണ്ടറി ആയിട്ട് കൗൺസിലിംഗ് കൊടുക്കാനുണ്ടെങ്കിൽ അതൊരു നല്ല ഐഡിയ ആണ് ആക്ച്വലി. ഈ സൂയിസൈഡ്സിലൊക്കെ ചിലതിനകത്ത് ഈ വർക്ക് പ്രഷർ അല്ലാതെ ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. അത് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്. അപ്പൊ അതൊക്കെ അതുപോലെ ഈ ഹാബിറ്റ്സ്, ഈ ലിക്വർ അഡിക്ഷൻ ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതും അതിനെല്ലാം നല്ലൊരു സൊല്യൂഷനാണ്. ബേസിക്കലി ഈ ഒരു പോലീസുകാരൻ വർഷത്തിൽ 5 ലീവ് എടുത്തെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമോ? ഒന്നും സംഭവിക്കുന്നില്ല. അതിനനുസരിച്ച്, കാരണം ഓൾറെഡി ഹീസ് എൻറ്റൈറ്റിൽഡ് ടു 15 or 20 days CL. കാഷ്വൽ ലീവ് ഓൾറെഡി എൻറ്റൈറ്റിൽഡ് ആണ്. അപ്പോൾ അതുപോലും പലപ്പോഴും എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ 5 days അറ്റ്ലീസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞത്, അറ്റ്ലീസ്റ്റ് ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ. അപ്പം അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ സിറ്റി പോലീസിങ് എന്ന് പറയുമ്പം എപ്പോഴും ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ റൂറൽ പോലീസിങ്. ഇപ്പോൾ സിറ്റി ഫുൾ ടൈം ലൈവ് ആണല്ലോ, 24 hours എനിത്തിങ് ക്യാൻ ഹാപ്പൻ. 24 hours പെട്രോളിങ്, 24 hours ഡ്യൂട്ടി, 24 hours ഓണാണ്. അപ്പം ജോലിഭാരം സിറ്റിയിൽ പ്രത്യേകിച്ച് കൂടുതലായിരിക്കും പോലീസുകാർക്ക്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. പിന്നെ VIP വിസിറ്റ്സും, പിന്നെ സാറ് പറഞ്ഞാൽ ട്രിവാൻഡ്രം പോലെ തന്നെ ഇവിടെയും സെക്യൂരിറ്റി സൗതേൺ നേവൽ സോൺ, കൊച്ചിൻ ഷിപ്പ്യാർഡ്. അല്ല, നേവിയുടെ ഒക്കെ അവർ തന്നെ നോക്കിക്കോളൂ. അവിടെ കയറി അപ്പോഴേ അവർ മേടിച്ചോളൂ. ഹാർബർ പോലീസിന് എപ്പോഴും ടേക്ക് കെയർ ഓഫ് ദർ ഓൺ സെക്യൂരിറ്റി. അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ ഷിപ്പ്യാർഡ്, ഷിപ്പ്യാർഡും പക്ഷെ അത് CISFന്റെ കൺട്രോളാണ്. അങ്ങനെ പ്രശ്നം, വൈറ്റൽ ഇൻസ്റ്റാളേഷൻ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് VIP വിസിറ്റ്സ് വരാം, അങ്ങനെയുള്ള. ഈ ഫേഷ്യൽ ചെയ്യുന്ന നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ഉണ്ടാവും, ഇത് നമ്മൾ എന്താ അത് കൂട്ടി കത്തിക്കും. അതെ, അത് ഡിസ്ട്രോയ് ചെയ്യും. അത്
ഇത് കേസ് കഴിഞ്ഞിട്ട് സാധാരണ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് അങ്ങനെ ഡിസ്ട്രോയ് ചെയ്യാറുണ്ട്. അത് പുറത്തേക്ക് വന്ന് പബ്ലിക്കിന് അതൊരു ഇതാവുന്നുണ്ട്, അതൊരു ക്ലോസ്ഡ് കണ്ടീഷൻ. ക്ലോസ് കണ്ടീഷനിൽ. അതുപോലെ സാർ ഹോട്ടൽസ് ബേസ് ചെയ്ത് ഈ റേവ് പാർട്ടീസ് ഒരിടകൾ നമ്മൾ കൊച്ചിയിൽ അപ്പോഴും ഈ പറഞ്ഞ കണക്കാണ് ഈ ഡിറ്റക്ഷൻ ആയിരുന്നു പാട്. പക്ഷെ ഇപ്പം റേവ് പാർട്ടീസ് ലൈക്ക് ഹോട്ടൽസിലൊന്നും അങ്ങനെ യൂസേജ് വലുതായിട്ട് നമ്മൾ കാണുന്നില്ല. യൂസേജ് ഉള്ളതെല്ലാം ഈ ക്ലോസ് ഡോറിൽ അവരവരുടെ വീടുകളിലോ ഇല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ ആയിട്ടാണ് അറിയായിട്ടുള്ളത്. ഇപ്പം ഓപ്പൺ പ്ലേസിലെങ്കിൽ ഹോട്ടൽസും വളരെ കോപ്പറേറ്റീവാണ്. ഇവിടുത്തെ ബാർ DJ പാർട്ടി നടക്കുന്ന സ്ഥലം അവരും അങ്ങനെ അതിനെ എൻകറേജ് ചെയ്യുന്നില്ല. അപ്പോൾ അതും വളരെ സ്ട്രിക്റ്റായിട്ട് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇൻ കേസ് അവർ അങ്ങനെ ഇൻഡോൾജ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് അവരെയും കോ-അക്യൂസ്ഡ് ആക്കി നമ്മൾ അറസ്റ്റ് ചെയ്യാനുള്ള വാർണിംഗും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ അങ്ങനെ ഒരു ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആക്ഷനൊന്നും എടുക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ അത് അണ്ടർ കൺട്രോളാണ്. ലൈസൻസ് ക്യാൻസൽ ആക്കിയ എസ്റ്റാബ്ലിഷ്മെന്റ് ഇതിനു മുമ്പ് മറ്റേ നമ്പർ 18 എന്ന് പറഞ്ഞ ഫോർട്ട് കൊച്ചിയിൽ ഒരു ഇൻസിഡൻറ്റ് നടന്ന അവരുടെ ലൈസൻസ് കുറേ നമ്മൾ ക്യാൻസലായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം അങ്ങനെ ഒരു ഇൻസിഡൻസ് നടന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ സ്ട്രിക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്, അവരും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും. അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ബാർ ഫയറിംഗ് ഷൂട്ട് ഔട്ട്സ് ഒക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അത് ആക്ച്വലി ഇറ്റ് ഈസ് എ തിങ് ഓഫ് കൺസേൺ. കാരണം കേരളത്തിൽ അങ്ങനെ ഒരു ഗൺ കൾച്ചർ എന്ന് പറയുന്ന സംഭവം അധികം ഇല്ല. അപ്പോൾ പക്ഷെ നമ്മൾ അന്ന് ഷൂട്ട് ഔട്ട് അത് കൺട്രി മെയ്ഡ് പിസ്റ്റലായിരുന്നു, തപഞ്ച എന്ന് പറയും, അതായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷെ എന്നാലും ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് കൺസേൺ. അവരെ അറസ്റ്റ് ചെയ്തു, അത് സീസ് ചെയ്തു. എൻ്റയർ ടീമിനെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെയും നമ്മളിപ്പം ഫുൾ ടൈം സർവൈലൻസിലാണ്. ഇവരുടെ കയ്യിൽ വെപ്പൺസ് ഉണ്ടെങ്കിൽ നമ്മൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ടീം സർവൈലൻസിലാണ്, ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ തന്നെ. പിന്നെ ഇതിപ്പോൾ ഈ പുതിയ സർവൈലൻസ് വന്നതിന് ശേഷം എല്ലാവരും കുറച്ചൊന്ന് ഡൗൺ ആയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളിപ്പോൾ ഉണ്ടാവുന്നില്ല. ഗൺ സോഴ്സ് അത് ബീഹാറിൽ നിന്ന് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ തപഞ്ച അവിടെ സാധാരണ ബീഹാർ ജാർഖണ്ഡ് ആ ഏരിയയിൽ നിന്നൊക്കെയാണ് ഇതിൻ്റെ ഈ ലോക്കൽ ഫാക്ടറീസ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് സോഴ്സ് ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് അവിടുത്തെ ഒരു ചാനൽ വഴിയാണ് ഇവർക്ക് കിട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ലാക്ക് ഓഫ് വിമൻ പേഴ്സണൽ പോലീസിൽ കേരള ഇത്ര എഡ്യൂക്കേറ്റഡും ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് സ്ത്രീകൾ പോലീസിലേക്ക് വരാത്തത് കൺസേൺ അല്ല. അത് ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. ഇപ്പം നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ നമ്മൾ അവരെ ഡിസ്കറേജ് ചെയ്യുന്നുമില്ല. പോലീസ് ഫോഴ്സിനകത്ത് സ്ത്രീകൾക്ക് വളരെ വ്യക്തമായി അവർ വളരെ എഫിഷ്യൻ്റായിട്ട് ആണ് അവർ ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ ഡ്യൂട്ടീസും. അങ്ങനെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ജെൻഡർ ബയസ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലില്ല. എല്ലാവർക്കും അതിൻ്റേതായ റോൾസും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് അങ്ങനെ ഒരു ജെൻഡർ ബയസ് ചെയ്ത് ഫസ്റ്റ് ഓഫ് ഓൾ വി കാണ്ട് അഫോർഡ് ടു കീപ് ദം അവേ. കാരണം ഒന്നാമത്തെ പേഴ്സണൽ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട്. അപ്പം വി ആർ മേക്കിംഗ് മാക്സിമം യൂസേജ് ഓഫ് ഓൾ പേഴ്സണൽ റെസ്പെക്റ്റ് ഓഫ് ജെൻഡർ. അങ്ങനെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നമ്മൾ ഒരിടത്തും കാണിക്കുന്നില്ല. പിന്നെ സ്ത്രീകൾ വരാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് പറയുന്നാൽ ഇത് ഒരു പക്ഷേ അവരുടെ പ്രിഫേർഡ് ആയിട്ടുള്ള ചോയ്സ് ആയിരിക്കില്ലായിരിക്കാം. കാരണം കുറേ കൂടെ ഇത് ടഫ് വർക്കിംഗ് കണ്ടീഷൻസ് ആയിരിക്കുന്നതുകൊണ്ടായിരിക്കാം. ഫിസിക്കൽ ഫിറ്റ്നസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് എ പേഴ്സണൽ ചോയ്സ് അല്ലേ. നിങ്ങൾ ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. അപ്പം നമുക്ക് വേറെ ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല. എന്നും പറഞ്ഞ് സ്ത്രീകളെ നമ്മൾ ആരും ഡിസ്കറേജ് ചെയ്യുന്നില്ല. എല്ലാവരും നമ്മൾ ഹോൾ ഹാർട്ടഡ്ലി വി വെൽക്കം എവരിബഡി. അപ്പം അങ്ങനെ എല്ലാവർക്കും അവരുടെ റോളുണ്ട്. അപ്പം അങ്ങനെ പോലീസിംഗ് ഒരു വലിയ സക്സസ് ആയത് അവരുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ആണ്. തീർച്ചയായിട്ടും എല്ലാവരുടെയും ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല, എല്ലാവരും കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്താൽ മാത്രമേ ഇത് മുമ്പോട്ട് പോകാൻ പറ്റൂ. ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ നമുക്ക് അടച്ചിടാൻ പറ്റില്ല. നിങ്ങളൊരു 2 മണിക്കൂർ എല്ലാ പോലീസ് സ്റ്റേഷനും അടച്ചിട്ട് നോക്കൂ. ഒരു എക്സാമ്പിളാണ്, ഇവിടെ എന്തൊക്കെ സംഭവിക്കും. പിടിച്ചു പറി, കൊലപാതകം, കത്തിക്കുത്ത് 1 മണിക്കൂർ അടച്ചിട്ടുള്ളൂ. മനസ്സിലായില്ലേ? സൊസൈറ്റി ഓൾവേസ് ഇസ് അണ്ടർ കൺട്രോൾ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് പോലീസ്. അപ്പോൾ അതൊരു ഇൻവിസിബിൾ ഫോഴ്സായിട്ട് എല്ലാ സൊസൈറ്റീസിലും, ഇവിടെ മാത്രമല്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. that there is somebody to maintain law and order, to maintain discipline, to enforce law and order. ആ ഒരു ഫിയർ അല്ലെങ്കിൽ റെസ്പെക്ട് ഓഫ് ദി ലോ ഉള്ളതുകൊണ്ടാണ് സൊസൈറ്റിയിൽ ഓർഡർ നിലനിൽക്കുന്നത്. അതാണ് നമ്മുടെ മെയിൻ ഡ്യൂട്ടി. സോ പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ജോലിഭാരം വരുന്ന ഒരു ടൈമായിരിക്കും ന്യൂ ഇയർ. അതെ, ന്യൂ ഇയർ, എനി ഫെസ്റ്റിവൽ ഫോർ ദാറ്റ് മാറ്റർ. എല്ലാ ഫെസ്റ്റിവൽസിനും അധിക ജോലിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ആ ഫെസ്റ്റിവൽ ടൈമിൽ പോലും സ്വന്തം ഭാര്യയും കുട്ടികളുടെയും പല പോലീസുകാർക്കും ചിലവാക്കാൻ പറ്റുന്നില്ല. പലരും ഇതൊക്കെ ആഘോഷിച്ച കാലം തന്നെ മറന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ്
ഈ ബർത്ത്ഡേസിനോ ആനിവേഴ്സറിക്കോ എങ്കിലും ഇവർക്ക് ഈ ഒരു ലീവ് കമ്പൽസറി ആയിട്ട് കൊടുത്ത് പറഞ്ഞു വിടണം എന്ന് പറയുന്നുണ്ട്. കാരണം ഫെസ്റ്റിവൽസ് ഒബ്വിയസ്ലി എക്സ്ട്രാ ഡ്യൂട്ടിയാണ്. ഇപ്പോൾ ഇവിടെ അറിയില്ല, ഇപ്പം എക്സാമ്പിൾ ഇവിടെ ന്യൂ ഇയറിന് തന്നെ എന്ത് ഹെവി ഡിപ്ലോയ്മെൻ്റ് ആണുള്ള ഫോർട്ട് കൊച്ചി ഏരിയയിൽ അവിടെ ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ ക്രിസ്മസ് ആണെങ്കിലും വിഷു ആണെങ്കിലും ന്യൂ ഇയർ ആണെങ്കിലും റംസാൻ ആണെങ്കിലും ഓണത്തിനാണെങ്കിലും എല്ലായിടത്തും ഭയങ്കര ഹെവി ഡിപ്ലോയ്മെൻ്റ് ആണ്. ഫെസ്റ്റിവൽ ടൈമിൽ എക്സ്ട്രാ ഡിപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ ന്യൂ ഇയറിൻ്റെ ആ ഒരു സമയത്ത് അവിടെ അടുക്കുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി ഇൻസ്പെക്ഷൻസ് ഇതൊക്കെ വർദ്ധിപ്പിക്കുക, അതോ അടിസ്ഥാനത്തിൽ ഇപ്പം തന്നെ തുടങ്ങും? അതായത് ഇപ്പോൾ നമ്മൾ ഈ നൈറ്റ് പെട്രോളിങ് തുടങ്ങിയത് തന്നെ ആ ഒരു ഉദ്ദേശത്തോടെയാണ്. അതായത് അതൊരു സിസ്റ്റമിക് ആയിട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വിസിബിലിറ്റി എന്നൊരു ഫാക്ടറാണ്. അതായത് ഇപ്പോൾ സ്ത്രീ സുരക്ഷയെ കുറിച്ച് ചോദിച്ചില്ലേ ആ ക്വസ്റ്റ്യൻ. ബേസിക്കലി ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ഇൻഫോ പാർക്കിൽ നിന്ന് ജോലി കഴിഞ്ഞൊരു ലേഡി രാത്രി 2 മണിക്ക് കണ്ണമാലിയോ ഇല്ലെങ്കിൽ ഇവിടെ നമ്മുടെ മെറൈൻ ഡ്രൈവിലോ വരുന്ന വഴിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3-4 പെട്രോൾ സംഘത്തിനെ കാണും ഇപ്പോഴത്തെ ഉള്ളൊരു സിസ്റ്റത്തിനകത്ത്. അപ്പോൾ ദാറ്റ് ഇൻസ്റ്റിൽസ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി ഇൻ ദ മൈൻഡ് ഓഫ് ദ പേഴ്സൺ അല്ലേ. ഒരു വരുന്ന വഴിയിൽ 3-4 സ്ഥലത്ത് പോലീസുകാർ നിൽക്കുന്ന കണ്ടാലോ ഇല്ലെങ്കിൽ പോലീസ് വാഹനം കിടക്കുന്ന കണ്ടാലോ ദാറ്റ് ഇൻസ്റ്റിൽസ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി. ആൻഡ് ഓൺ ദ കോൺട്രറി ഇറ്റ് ഇൻസ്റ്റിൽസ് എ സെൻസ് ഓഫ് ഫിയർ ഇൻ ദ മൈൻഡ്സ് ഓഫ് ദി ക്രിമിനൽസ്. അപ്പോൾ പോലീസ് നിൽക്കുന്നതെന്ന് കണ്ടാൽ പിന്നെ അവർ ആരും അങ്ങോട്ട് അടുക്കില്ല. ആ വിസിബിലിറ്റി ആൻഡ് പ്രസൻസ് ഓൾസോ മേക്സ് എ ലോട്ട് ഓഫ് ഇമ്പാക്ട്. അപ്പോൾ ഇത് സ്ത്രീ സുരക്ഷയും കൂടെ മുൻനിർത്തിയാണ് നമ്മളിതും വിഭാവനം ചെയ്തിരിക്കുന്നത് ബേസിക്കലി. അപ്പോൾ അതായത് നൈറ്റിൽ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഇപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആവാം, ഹെൽത്ത് പ്രൊഫഷണൽസ് ആവാം, ആക്ടേഴ്സ് ആവാം, എല്ലാവരും ഒരുപാട് സ്ത്രീകൾ നൈറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ സുരക്ഷയും കൂടെ മുൻനിർത്തിയാണ് നമ്മൾ ഇത്രയും ടൈറ്റ് നൈറ്റ് പെട്രോളിങ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്.